ലൈവില് ജിൻഡോയും അഭിഷേക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ അബി പുറത്തു പോയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അബിക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു എന്ന് മനസ്സിലാവുന്നില്ല, എന്താണ് അബിക്ക് തിരിച്ചടി ആയത് എന്ന് കരുതുന്നത് എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് അബി പോയി എന്നതിനെ കുറിച്ചൊക്കെ ഇരുന്ന് പറയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് വീക്ക് ആര് പുറത്തു പോകും, ആരാണ് ഇവിടെ വീക്കായിട്ടുള്ള മത്സരാർത്ഥികൾ എന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ട് അഭിഷേകിന്റെ അടുത്ത്. അപ്പൊ അഭിഷേക് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഇവിടെ വളരെയധികം വീക്കായിട്ടുള്ള മത്സരാർത്ഥികൾ എന്ന് എനിക്ക് തോന്നുന്ന ഒന്ന് അൻസിബിയാണ്, രണ്ട് ശ്രീരേഖേച്ചിയാണ്. പക്ഷെ ശ്രീരേഖേച്ചി പവർ റൂമിലായി പോയി, അതുകൊണ്ട് ഇനി എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ജിൻഡോ ഇരുന്ന് പറയുന്നുണ്ട്, അർജുൻ ഭയങ്കര വീക്കാണ്, പക്ഷെ അർജുൻ ഈ ആഴ്ച കയറി പോന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അർജുന് കിട്ടിയ വോട്ട് മുഴുവൻ ശ്രീധുവിന്റെ വോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അർജുൻ ഈ ആഴ്ച സേവ് ആയതെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ആഴ്ച ശ്രീധു ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറല്ലേ, അപ്പൊ അർജുനും ശ്രീധുവിനെയും കൂടി നമുക്ക് ഒരുമിച്ചിടാം. അപ്പൊ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും അപ്പോ അവിടെ ജിൻഡപ്പനെ അറിയാം ആരാണ് വീക്ക് ആരാണ് വീക്ക് അല്ലാത്തത് എന്നൊക്കെ. ജിൻഡോ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ ഗെയിം കളിക്കുന്നത്. എന്തായാലും അർജുനെയും ശ്രീധുവിനെയും ഒരുമിച്ച് ഈ ആഴ്ച നോമിനേഷനിൽ വരുത്താനാണ് ജിൻഡോയുടെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ഇവരിൽ നിന്ന് ആര് പുറത്തു പോകും, ഇവിടെ വീക്കായിട്ടുള്ള മത്സരാർത്ഥികളെ ആര് പുറത്തു പോകും എന്ന് നോക്കാനുള്ളതാണ്. അർജുൻ വീക്കാണ്, അതുകൊണ്ട് അർജുനെ കഴിഞ്ഞ ആഴ്ച രക്ഷപ്പെട്ടു വന്നത് ശ്രീധുവിന്റെ വോട്ട് കൊണ്ടാണെന്നാണ് ജിൻഡോ കരുതുന്നത്. അപ്പോൾ ഈ ആഴ്ച രണ്ടുപേരും കൂടി നോമിനേഷനിൽ വരുന്ന സമയത്ത് ഇവരിൽ ആര് പുറത്തു പോകും, ആരുടെക്കാണ് വോട്ട് കൂടുതൽ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അവിടെ ജിൻഡോ.